നമ്മൾ സംസാരിക്കുന്നത് ഒരാൾ ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ടിരിക്കുകയാണെങ്കിൽ അപ്പോഴത്തെ നമ്മുടെ ഫീലിംഗ് എന്തായിരിക്കും? നമുക്ക് അവരോട് ഭയങ്കര ഒരു സ്നേഹം തോന്നും, അതുപോലെ വീണ്ടും തുറന്ന് സംസാരിക്കാൻ തോന്നും, ഭയങ്കര ഒരു റിലീഫ് കിട്ടിയ പോലെ വളരെ ഒരു സന്തോഷം തോന്നാം. മറിച്ച് നമ്മൾ ഭയങ്കര ഡിസ്റ്റർബഡ് ആയിട്ട് വിഷമത്തോടു കൂടിയിട്ട് നമ്മളൊരാളോട് സംസാരിക്കാനിരിക്കുകയാണെങ്കിൽ അവരൊട്ടും നമ്മുടെ വിഷമത്തിനോ നമ്മുടെ ചെവി കൊള്ളാതെ അവരുടെ ശ്രദ്ധ വേറെ എവിടെയെങ്കിലും ആയിട്ട് നമ്മൾ കേൾക്കാനിരിക്കുകയാണെങ്കിലോ നമുക്ക് ഭയങ്കര ദേഷ്യം തോന്നും അല്ലേ? പിന്നെ അവരോട് സംസാരിക്കാനോ അവരോടൊന്നും തുറന്ന് പറയാനോ പോലും നമുക്കൊന്നും തോന്നാറില്ല അല്ലേ? അപ്പോൾ അവിടെയാണ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. അതായത് ശരിയായ രീതിയിലുള്ള ആശയവിനിമയത്തിന് പല കാര്യങ്ങളും അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മളൊരു ലിസണർ അല്ല. അതായത് ഒരാളെ കേൾക്കാൻ നമുക്ക് സമയമില്ല അല്ലേ? നമുക്ക് കുറേ പറയാനുണ്ട്, പക്ഷെ നമ്മളൊരാളെ കേൾക്കാനായിട്ട് നമുക്ക് സമയമില്ല. ഏറ്റവും കൂടുതൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രിൻസിപ്പിൾ തന്നെയുണ്ട്. 80% നമ്മൾ ലിസൺ ചെയ്യുക, ഒരാളെ ശ്രദ്ധിക്കുക, 20% സംസാരിക്കാനായിട്ട് പാടുള്ളൂ. എന്നാലാണ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നല്ല ബന്ധങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ആളെ തകർക്കാനും അല്ലെങ്കിൽ ആ ബന്ധം നിലനിർത്താനും നമുക്കൊരു കമ്മ്യൂണിക്കേഷനെ കൊണ്ട് സാധിക്കും അല്ലേ? പലപ്പോഴും പല ബന്ധങ്ങളിൽ വരുന്നത് ഈ കൃത്യമായിട്ടുള്ള ഒരു ആശയവിനിമയം നടക്കാത്തത് കൊണ്ടാണ്. ഇപ്പോൾ അത് ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും ഓഫീസിലോ എവിടെ പൊതുസ്ഥലത്തോ എവിടെയാണെങ്കിലും നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നവർക്ക് നല്ല ആത്മബന്ധങ്ങൾ ഉണ്ടാവും നമ്മൾക്ക് കാണുന്നുണ്ട്. ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ മറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ഇപ്പോൾ ഒരാളുടെ മുന്നിൽ വെച്ച് മോന് ഇപ്പോൾ നല്ലൊരു എക്സാം വരാണ്, അപ്പോൾ മോൻ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഗസ്റ്റിനോട് നമുക്കൊരു പരിഗണനയുണ്ട്, പക്ഷെ മറിച്ച് മോൻ നല്ലോണം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോനോട് പറയാണ്, ഈ ഗസ്റ്റ് വന്നത് കണ്ടിട്ടില്ലേ, നീ എവിടെ നോക്കിയിരിക്കുകയാണ്, എന്താ പഠിച്ചിപ്പോൾ വലിയ ആളാകുന്ന വിചാരം എന്നൊക്കെ മറ്റുള്ളവരെ മുന്നിൽ വെച്ച് അവരെ കുറ്റപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ ഒക്കെ നിൽക്കുമ്പോൾ അവർക്ക് തന്നെ ആ ഒരു റെസ്പെക്റ്റ് കിട്ടാതെ വരുമ്പോൾ അവരും ഏത് രീതിയിലാണ് അത് എടുക്കുക? അതുപോലെ തന്നെയാണ് ഏതൊരു സ്ഥലത്തും ഭർത്താവിനെയാണെങ്കിലും എപ്പോഴും എന്തെങ്കിലും നമുക്ക് വിചാരിച്ച സമയം കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഷൗട്ട് ചെയ്യും അല്ലെങ്കിൽ ഒച്ചയെടുക്കും. അത് മറ്റുള്ളവർ വന്നിരിക്കുന്നതൊന്നും നമ്മൾ നോക്കാറില്ല അല്ലേ? അപ്പോൾ ഇങ്ങനെ പലതരം സിറ്റുവേഷൻസിൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. അത് നല്ല രീതിയിൽ നല്ലൊരു കരുണയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ അത് ഷൗട്ട് ചെയ്യാതെയൊക്കെ പറയുകയാണെങ്കിൽ നല്ല ബന്ധങ്ങൾ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് ആവശ്യമായിട്ടുള്ള ഒരു ഐ കോണ്ടാക്റ്റ് നമുക്ക് ഉണ്ടാവണം. അതുപോലെ നല്ല വാക്കുകൾ നമ്മൾ പ്രയോഗിക്കാനും അതുപോലെ നല്ല രീതിയിലുള്ള ടോൺ നമ്മൾ ഉപയോഗിക്കാനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബന്ധങ്ങളെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. അപ്പം എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു.